അർച്ചനയുടെ ഡാഡി ശ്രാവണിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് കണ്ട് ഞെട്ടിയത് അർച്ചന മാത്രമായിരുന്നില്ല, ആ കോളേജ് മുഴുവനായിരുന്നു. കാരണം അശോക് ആരുടെയും മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ശ്രാവൺ സാർ, ശ്രാവൺ, നീ മാഡത്തിനും പിള്ളേർക്ക് 2-3 ഹോട്ട് കോഫി എടുത്ത്. അതിന് ഞാൻ ഇവിടുത്തെ വെയിറ്റർ അല്ല അർച്ചന. അപ്പോ ഈ കോതറ റെസോർട്ട് നിൽക്കുന്ന നീ ഇവിടുത്തെ വെയിറ്റർ അല്ലാണ്ട് പിന്നെ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരിക്കും. തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയായിരുന്നിട്ട് കൂടി എന്തിനാണ് അർച്ചനയും സുഹൃത്തുക്കളും ശ്രാവണിനോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനു മാത്രം എന്ത് തെറ്റാണ് ശ്രാവണൻ ചെയ്തത്? അതറിയാൻ തുടർന്ന് കാണുക. ഇത് രാഹുൽ, കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ, കോളേജിലെ ഹാർട്ട് ത്രോപ്പ്, ബോഡി ബിൽഡർ, റോക്ക് സിംഗർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. വിശേഷണങ്ങൾ അങ്ങനെ കുറെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന കോളേജിൽ രാഹുലിനെ പോലുള്ള പണക്കാരായ കുട്ടികൾ മാത്രമാണ് ഈ അടുത്ത കാലത്ത് വരെ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടേക്ക് അവൻ വന്നതോടെ കഥ മുഴുവൻ മാറി. സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് പുറത്തു നിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്ന പുറത്തു നിന്നുള്ള ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ശ്രാവൺ. അവന് പറയാനായിട്ട് സ്വന്തക്കാരോ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. പാർട്ട് ടൈം ഡെലിവറി ജോലി ചെയ്ത് പഠിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്ന ഒരു സാധാരണക്കാരൻ. ഈ കോളേജ് തനിക്കുള്ളതല്ല എന്ന് ആദ്യ ദിവസം തന്നെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇവനെ പോലെ ലോക്കല് നമ്മുടെ ഈ കോളേജിൽ പഠിക്കണമെന്ന് അവിടെ തീർന്ന് നമ്മുടെ സകല വേലയും. ഇവന്റെ പിറകെ സ്കോളർഷിപ്പും വാങ്ങിച്ച് ഇവനെ പോലെ വേറെ എന്തെങ്കിലും ഇവിടെ കയറി നിറങ്ങുമെന്ന് എന്റെ പേടി. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവൻ ഈ കോളേജിന് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞാലേ പിന്നെ ഒരാളും ഇവിടെ കയറി വരാനുള്ള ധൈര്യം കാണിക്കില്ല. അതിന്റെ വാക്ക്. എടാ മോനെ, ഇത് സമൂഹത്തിൽ ഞങ്ങളെപ്പോലെ നിലയും വിലയുള്ളവരുടെ ക്യാമ്പസാ. പൊട്ടൽ ലോട്ടറി കിട്ടിയ പോലെ എവിടെ നിന്നോ വന്നത് നിനക്കൊരു അഡ്മിഷൻ കിട്ടുമെന്ന് കരുതി ഈ ക്യാമ്പസ് ഒരു കാലത്തും നിന്നെപ്പോലുള്ള ലോക്കൽസിൻ്റെതാവുന്ന നീ വിചാരിക്കണ്ട. അർച്ചന, തർക്കത്തിന് ഞാനില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നം പോയേക്കാം, പ്രശ്നം തീരുമല്ലോ. പൊക്കോ പൊക്കോ, ഞങ്ങളുടെ കൺവെട്ടത്തൊന്നും പെടാതെ പൊക്കോ. വാ. അർച്ചന, ഇവനങ്ങനെ വെറുതെ വിടരുത്. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവന് കൊടുക്കാനുള്ള ഒരു മുട്ടൻ പണി എന്റെ കയ്യിലുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് ബാഗും തൂക്കി നടന്നു പോകുന്ന ശ്രാവണിനെ കാന്റീൻ ഡോറിന് മുമ്പിൽ നിന്ന് രേഷ്മയും അമൃതയും നോക്കുന്നുണ്ടായിരുന്നു. തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം രേഷ്മയുടെയും അമൃതയുടെയും മുഖത്തുണ്ടായിരുന്നു. ഈ അവഗണന ശ്രാവണിന് പുതിയതല്ല. ഈ കോളേജ് ശ്രാവണിനെ പോലുള്ള സാധാരണക്കാരോട് എന്നും അങ്ങനെയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾക്ക് മാത്രം MBA പഠിക്കാനായി പണിത ഒരു കോളേജാണ് ഇത്. ഇവിടെ 2 തരത്തിലുള്ള കുട്ടികളാണുള്ളത്. 1, ശ്രാവണിനെ പോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ. 2, വീട്ടിലെ കാശിന്റെ ബലത്തിൽ 2 വർഷം വെറുതെ അടിച്ചു പൊളിക്കാൻ വരുന്നവർ. രണ്ടാമത് പറഞ്ഞ തരം ആളുകളിലാണ് അർച്ചനയും രാഹുലും സുഹൃത്തുക്കളും ഒക്കെ പെടുന്നത്. അർച്ചനയെ നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ? അതിലും അപ്പുറമാണ് രാഹുൽ, കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ. സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് പുറത്തു നിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത്. ആദ്യമായി അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്നവനാണ് ശ്രാവൺ. പക്ഷേ വന്നു കയറിയ സ്ഥലം ശ്രാവൺ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത്. പഠന സമയത്തിന് ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത്. അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത്. ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ. എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം? ശ്രാവൺ അതറിയാൻ ഒരുപാട് വൈകിപ്പോയി. എടാ, നീ എന്തിങ്ങനെ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കും. നീ ഒന്നും പറയില്ല, ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഈ കോളേജിൽ എൻ്റെ അടുത്ത് ഇപ്പൊ ആകെ സംസാരിക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്.
അതിനെല്ലാവരും നിങ്ങളെ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട, ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ല, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കാം. നിനക്ക് എന്താ പറ്റിയേ? നീയും മേഘയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമൃതയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രാവണിന് നൽകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം മേഘയ്ക്കും തനിക്കുമിടയിൽ നടന്നത് എന്താണെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ അത് തന്നെക്കാൾ മേഘയുടെ ജീവിതത്തിനാണ് ദോഷം ചെയ്യുക എന്ന് ശ്രാവണന് നന്നായി അറിയാമായിരുന്നു. താൻ കാരണം മേഘയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു. എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം? ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത്? വേറൊന്നുമില്ല. ശരി. മേഘ, ഫോൺ വിളിച്ചാ എന്താ എടുക്കാത്തെ? ഒരു മിനിറ്റ്, ഒന്ന് വരുമോ? എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച്, എന്തെടുക്കാത്തെ? പണ്ടൊരു ഫോൺ വാങ്ങിച്ചതിന്റെ ധൈര്യത്തിലാണോ നീ ഇപ്പൊ എന്നോട് പറയുന്നേ? ഹൗ ഡേ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്? നീ വാങ്ങിച്ചതിന്റെ പൊട്ട ഫോൺ. എന്താ മേഘ ഇങ്ങനെ പെരുമാറുന്നേ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെയാ. രാഹുൽ എനിക്ക് പുതിയ ഐഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ട നിന്റെ യൂള ഫോൺ. ഒന്ന് ഓണാക്കണേ തന്നെ 10-15 പ്രാവശ്യം ടച്ച് ചെയ്യണം, എന്നാലേ ഇത് ഓണാവുള്ളൂ. ഇപ്പൊ രാഹുലാണല്ലേ പ്രശ്നം. ഇന്നലെ രാത്രി രാഹുലുമായിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാന്ന്. രാത്രി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടാണോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബലൂൺ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തോണ്ടായിരിക്കും കോണ്ടോ ഓർഡർ ചെയ്തല്ലേ? കറക്റ്റ് ഞാൻ തന്നെ ഡെലിവറി ചെയ്യാൻ വന്നു, അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി. ഇന്ന് രാത്രി നിനക്ക് മനസ്സിലായില്ലേ നീ കണ്ടാലും കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ലാന്ന്? ഇനിയെങ്കിലും നിനക്കൊന്ന് പൊക്കൂടെ എന്റെ ലൈഫിൽ നിന്ന്? ഒരു മിനിറ്റ്, എന്താ? ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റുമോ? ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളും മാറും. അത് നിനക്ക് മനസ്സിലാവാത്തന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? പ്രയോറിറ്റി മാറിയാണോ നീ ഇപ്പൊ രാഹുലിനെ സെലക്ട് ചെയ്ത? മുമ്പും പറയാണെന്നപ്പോ നിനക്ക് അവനെ തീരെ മൈൻഡില്ലായിരുന്നല്ലോ. എടാ മണ്ട, നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? ഞാൻ അവന്റെ മുന്നിൽ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു. നിന്നെ പുലർത്തിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് അവന്റെ ഈഗോ ഹേർട്ടാവും. അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ. പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാരവൻ ഈ മേഘയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് മേഘ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പൊ ശരി, എനിക്ക് രാഹുലിന്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട്, കാണാം. ബൈ. ഓ, അപ്പം അതായിരുന്നു കാരണം. ഇതിങ്ങനെയൊക്കെ അവസാനിക്കുള്ളത് എനിക്ക് അറിയായിരുന്നു. ഷി വാസ് യൂസിങ് യു. നീ അത് വിട്ടേക്ക്. എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളാൻ പറ്റില്ല രേഷ്മ. എങ്ങനെയുണ്ട് ഞാൻ ശ്രാവണം കൊടുത്ത പണി? ഇപ്പോഴാണ് മനസ്സിലൊരു ആശ്വാസമായത്. അവരൊരു പാട്ട വണ്ടി
ഹലോ. ഇതാര് കോളേജ് ഹീറോയോ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചെലവ് വേണം. നമ്മുടെ സ്ഥിരം ഹാങ് ഔട്ട് സ്പോട്ട് നൈറ്റ് കാണാം. അത് പൊളിച്ച്. ആ, ഹായ് ഗൈസ്, വാട്സ്ആപ്പ്. ഹേയ് ബേബ്. ഇന്നലെ കഫറ്റീരിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോഴാണ് ചേരേണ്ടവർ തമ്മിൽ ചേർന്നത്. ഞങ്ങള് കരുതിയത് മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയെന്നാണ്. വാട്ട് ഗൈസ്, എനിക്കിത് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു. അവൻ എന്തോ പ്രേമോന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണോ മേഘ? എന്താടാ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിന്നോട് ഞാൻ ചോദിക്കും, അപ്പൊ നീ പറഞ്ഞാ മതി. എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു. രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. മേഘ, നിനക്ക് വേണ്ടിയല്ല ഇത്രയും കാലം ജീവിച്ച, അല്ല നിനക്ക് പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? സ്വന്തം കാര്യം നോക്കി ജീവിക്കാറായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു മണ്ടനെ പോലെ നിങ്ങളുടെ മുമ്പ് വന്ന് നിൽക്കണ്ടായിരുന്നു. സ്വന്തമായിട്ട് തന്നെ നീ ഇത്ര ഗതികെട്ടനാന്ന് പറയുമ്പോ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് ശ്രാവൺ? ഓരോ ദിവസം ഓരോ കാമാരെ കൊണ്ട് നടക്കുന്നല്ലേ, അത്രയും ഗതികേട് എനിക്ക്. You are such a loser. മേഘ, മതി, നിർത്തിക്കോ. തിരിച്ചെല്ലാം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്നെ പോലുള്ള സ്ത്രീയെ തല്ലി ഷോണിക്കേണ്ട ഗതികേട് എനിക്കില്ല. ആഹാ, സാർ ഇത്രക്ക് വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ സ്ത്രീകളെ തല്ലണ്ട, എന്നെ തല്ല്. ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് കയറി അത് പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത്. മേഘയും അർച്ചനയും വിക്ടറും ദേവും എല്ലാം അത് ശ്രദ്ധിച്ചു. ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി. ശ്രാവണനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു. മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി. അവൾ രാഹുലിനെ പിടിച്ചുമാറ്റി. വിട്, ഇവൻ നമ്മുടെ സ്റ്റാൻഡേർഡ് നേർന്ന ആളല്ല. Let him go. Let him go. ഈ ഹൈ ക്ലാസ് മേഘ, നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തപിക്കും. ഇത് ശ്രാവണ പറയുന്ന, ഓർത്ത് വെച്ചോ. ഓൾറെഡി ദോ, മതി, നീ വല്ല ഷോ ഒന്നും കാണിക്കണ്ട. എന്റെ ഈ പാട്ട് കണ്ടിട്ട് നീ തളമിട്ടോ. അർച്ചനയും വിക്ടറും ദേവും അടക്കം അവിടെ നിന്നവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ വണ്ടി പഞ്ചറാക്കിയത് അർച്ചനയും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് ശ്രാവണന് മനസ്സിലായി. ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ തന്റെ പഞ്ചറായ ബൈക്ക് മുരുട്ടി മുന്നോട്ട് പോകാൻ ഒരുങ്ങി. എന്നാൽ ഈ സമയം വിക്ടർ ഇടയിൽ കയറി. മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ കൂടി പറയാണ്, നിന്റെ ഈ ആക്രി വണ്ടിയോടെ വച്ച കത്തിക്ക് ഞാൻ. ഇത് ജസ്റ്റ് ഒരു ട്രെയിലറോടെ ഉണ്ടോ മതി. അതിനെന്തിനാണെന്ന് ഈ ചിരിക്കണേ? കഴിഞ്ഞോ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? തീർന്നെങ്കിൽ പോവായിരുന്നേ. അവന്റെ മുഖത്ത് ആക്കല് കണ്ടില്ലേ? തീർന്നിട്ടില്ലടാ, ഇനി നിന്നെ കൂടെ തീർക്കാനുണ്ട്. അർച്ചന, ദേ നിന്റെ ഡാഡി വരുന്നു. അശോക് സാർ. കോളേജിലേക്ക് വന്ന ആ കാറിന്റെ ഉള്ളിൽ ആരാണെന്ന് വണ്ടി നമ്പർ കണ്ടാൽ തന്നെ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു. അശോക്, അർച്ചനയുടെ ഡാഡി. ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് ടൈക്കോൺ. അതീവ കോടീശ്വരന്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള, പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള മനുഷ്യൻ. ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. അശോക് തീറ്റിപ്പൊട്ടുന്ന കൊട്ടേഷൻ സംഘങ്ങൾ കൈ കൊണ്ടുവരാൻ പറഞ്ഞാൽ തല കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിനു നേരെ നോക്കാൻ പോലും എല്ലാവർക്കും ഭയമാണ്. അശോകിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, അത് തന്റെ മകൾ അർച്ചനയാണ്. ഞങ്ങളെ അശോക് സാറിനടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ധൃതി പിടിക്കല്ലേ, അതൊക്കെ ഞാൻ സമയമാകുമ്പോ ചെയ്തുതരാം. നീ എപ്പോഴും ഇത് തന്നെയാ പറയണേ. ബൈ. എന്നാ പിടിച്ചോ, കൊണ്ടുപോയേ പഞ്ചറൊട്ടിക്ക്. He's the man, a secret millionaire, humble disguise, the silent tycoon, a low-key lifestyle.
അർച്ചനയുടെ ഡാഡി ശ്രാവണിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് ഞെട്ടിയത് അർച്ചന മാത്രമായിരുന്നില്ല, ആ കോളേജ് മുഴുവനായിരുന്നു. കാരണം അശോക് ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ശ്രാവൺ സാർ, താങ്കൾ ഈ കോളേജിലാണ് പഠിക്കുന്നത്. താങ്കൾക്ക് നേരെയാണോ അർച്ചന കാശ് വലിച്ചെറിഞ്ഞത്? ഞങ്ങളോട് ക്ഷമിക്കണം സാർ. വാട്ട്സ് ഹാപ്പനിങ്? അർച്ചന, സാറിനോട് ക്ഷമ ചോദിക്കേ. ഞാൻ സോറി ചോദിക്കാനോ? ഡാഡി എന്താ ഈ പറയുന്നേ? ഡാഡി എന്തിനാ ഇവനോട് ഇങ്ങനെ നിൽക്കുന്നേ? ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയാമോ? മിസ്റ്റർ അശോക്, അത് വിട്ടേക്ക്. അവൾ ആളറിയാതെ പറഞ്ഞല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാർ എന്താ ഈ കോലത്തില്, അതും ഇങ്ങനൊരു ബൈക്കിൽ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന മിസ്റ്റർ അശോക് നല്ലത്. എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. സാർ ഇങ്ങനെ ബൈക്ക് റൂട്ടി പോകാൻ സാറിനെ ഞാൻ സമ്മതിക്കില്ല. അർച്ചന, സാറ് കാറിൽ പോയിക്കോട്ടെ, നമുക്ക് മറ്റൊരു വണ്ടി പോവാം. സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കാം. സാറ് ദയവേദി കാറിൽ കയറണം. ഡാഡി എന്തൊക്കെയാ ഈ പറയുന്നത്? ഫ്രണ്ട്സിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് പ്ലീസ്. എന്നെക്കാൾ വലുതാണോ ഡാഡിക്ക് ഇവൻ? അർച്ചന, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇദ്ദേഹം കാരണമാണ് ഞാനും നീയൊക്കെ ഇങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇങ്ങോട്ട് മാറിക്ക്. അർച്ചനയുടെ ഡാഡി അങ്ങനെ പറഞ്ഞതോടെ അർച്ചന മാത്രമല്ല, അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി. ഇതിനു മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ ശ്രാവൺ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. മിസ്റ്റർ അശോക്, നിങ്ങൾ അർച്ചനയായിട്ട് കാറിപ്പോക്കോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതെന്റെ റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. എതിർക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? സംഭവിച്ചതൊന്നും അർച്ചനയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നില്ലായിരുന്നു. അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു. ആരാണ് ശ്രാവൺ? എന്ത് ബന്ധമാണ് ശ്രാവണും അർച്ചനയുടെ ഡാഡിയും തമ്മിലുള്ളത്? അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത്? അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണിനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും? തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ വെന്തുരുകുമോ? ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളോ? ശ്രാവണിനെ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.